മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട് തിരുവാവണിരാവ് മനസാകെ ചൂടുവാൻ ഈ ചിങ്കാര തിരുവോണമായി പൊന്നോണം വരവായി പൊൻചിങ്ങ കതിർ ചൂടുവാൻ ഈ ചിങ്കാര തിരുവോണമായി തെയ്യാര തുഴ വീശി നെയ്യാറിൻ തിര തല്ലി തമ്പേറിൻ തുടി കൊട്ടി അമ്പേറിൻ താളം തുള്ളി గరిగమనిధ మదని సగారి ధని సగరి సని సనిధ మాప గరిగమనిధ మదని సగారి ధని సగరి సని సనిధ మాప തെച്ചിപ്പൂ തുമ്പപ്പൂ ചിരി തൂകുമ്പോൾ ചിങ്കാര ചിരി തൂകി വന്നു നീയും തെച്ചിപ്പൂ തുമ്പപ്പൂ ചിരി തൂകുമ്പോൾ ചിങ്കാര ചിരി തൂകി വന്നു നീയും തെയ്യോട്ട കോലങ്ങൾ തുള്ളും ഈ ഓണപ്പാട്ടിൻ്റെ ഈണം ഈ മിന്നാട്ടം മിന്നും കണ്ണിൽ പൊന്നാരം കണ്ടു പെണ്ണേ Colors and traditions bloom like the flowers of a pookalam. The spirit of Onam is all about sharing, caring and spreading joy. A warm welcome to each and everyone present here. We have gathered here to celebrate the Youth Validatory Function and Onam Celebration 2025. I take this moment to welcome the chief guest for the event, Sri G.R. Sachindranath Sir, Additional Central PF Commissioner, Reverend Father Shaji Matthews, Vicar of St. Mary's Orthodox Cathedral, Hoskas, Reverend Father Ansel John, Assistant Vicar, all the Managing Committee members, Sunday School teachers, parents and dearest students. Your anchors for the event are I, Mahima, I, Kripa. We heartily welcome you all for this event. Quote, "It is a true fact that prayer coming from hearts can move mountains. It increases your faith and brings you closer to God." Unquote. I request everyone to kindly rise for the prayer song.
Everyone is requested to be seated. Lighting of the lamp is a symbolic movement that signifies the dispelling of darkness, igniting of thought and enlightenment. Ladies and gentlemen, we are now about to commence our event by lighting the lamp of knowledge and wisdom. For this, I request our guest of honor, Sri G.R. Sachindranath Sir, Reverend Father Shaji Matthews, Reverend Father Ansel John, Managing Committee members to please step forward and begin this auspicious ceremony by lighting the lamp. ലോകം ഫുൾ സ്പീഡിൽ ഓടുമ്പോൾ ചില വികാരങ്ങളും എന്നും അവിടെ തന്നെ ഉണ്ടാകും. ഈ പാട്ട് നമുക്ക് പ്രിയപ്പെട്ട ആ പഴയ ഓണങ്ങളിലേക്കും നിഷ്കളങ്കമായ സന്തോഷത്തിലേക്കും ഒരു യാത്ര തരുന്നു. ഇന്ന് ദൈവത്തിൻ്റെ സ്വന്തം നാടിൻ്റെ പാരമ്പര്യങ്ങളും സംഗീതവും രുചികളും പുനരുജ്ജീവിപ്പാൻ ഞങ്ങൾ ഒത്തുചേരുന്നു. എന്നാൽ നമ്മുടെ ഇടവക അംഗങ്ങൾ നമ്മുടെ മുമ്പാകെ ഒരു ഗാനം അവതരിപ്പിക്കുന്നു. നമുക്കവരെ കയ്യടിയോട് സ്വീകരിക്കാം.
a mesmerizing performance. Can we have a huge round of applause for them? Now, I invite Reverend Father Shaji Matthews for welcome address. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ബഹുമാന്യരായ എല്ലാവരും, ഇന്നത്തെ വിശിഷ്ട അതിഥി വളരെ ആദരണീയനായ അഡീഷണൽ സെൻട്രൽ പീഫ് കമ്മീഷണർ ശ്രീ GR സുജിത്നാഥ്, അദ്ദേഹത്തിൻ്റെ പിതാവ്, ഭാര്യ, മകന്, ഏറ്റവും പ്രിയപ്പെട്ട ഡൽഹി മലയാള മാധ്യമ രംഗത്തെ ഇപ്പോഴുള്ളതിൽ ഏറ്റവും സീനിയറായിരിക്കുന്ന അശോകൻ സാറ്, ഡോക്ടർ സുധാ അശോകൻ, ശ്രീ അലക്സാണ്ടർ ജോർജ് മുത്തൂറ്റ്, സഹധർമ്മിണി മിസസ് അലക്സ്, ഇടവകയുടെ ട്രസ്റ്റി സെക്രട്ടറി, സൊസൈറ്റിയുടെ സെക്രട്ടറി, ട്രഷറർ പ്രിയപ്പെട്ട അലക്സാണ്ടർ സാറ്, ഏറ്റവും പ്രിയപ്പെട്ട അൻസൽ ജോണച്ചൻ, വന്നിരിക്കുന്ന ഏവരുമേ, ഒറ്റ വാക്കിൽ എല്ലാവരെയും അനുഗ്രഹകരമായ ഈ ദിവസത്ത് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്നാമത്തേത്, ഇനി നടക്കാനാൻ പോകുന്ന വലിയൊരു കലാസദ്യ. അതിലേക്ക് വന്നിരിക്കുന്ന ഏവരുമേ, അത് കഴിഞ്ഞ് എല്ലാവരും കൂടെ ചേർന്ന് നമ്മുടെ നാടിൻ്റെ ഓണ സദ്യ. ഓണം ചരിത്രമാണോ? അശോകൻ സാർ അതിന് മറുപടി പറയേണ്ടത്. ഓണം ചരിത്രമാണോ, കേട്ടുകേഴ്വിയാണോ, ഐതിഹ്യമാണോ? ഇത് നമ്മുടെ വിഷയമല്ല. ഇത് നമ്മുടെ ഒരു ആഗ്രഹത്തിൻ്റെ, സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരം അല്ലേ? നമ്മുടെയൊക്കെ മനസ്സിൽ ഇങ്ങനെയൊരു കാലത്തെപ്പറ്റി ഇന്നും ഒരു സ്വപ്നമുണ്ട്. പണ്ടെങ്ങോ എവിടെയോ ഭരിച്ച ഒരു രാജാവും അദ്ദേഹത്തിൻ്റെ പ്രജകളും മാത്രമല്ല നമ്മുടെ സ്വപ്നത്തിലുള്ളത്. അത് ചരിത്രത്തിൻ്റെയോ ഐതിഹ്യത്തിൻ്റെയോ ഭാഗമാകാം. എന്നാൽ നമ്മുടെ മനസ്സിലെ വലിയൊരു സ്വപ്നമാണ് കള്ളവും ചതിവുമില്ലാത്ത, ഒന്നും ചോരി ചെയ്യാത്ത, അത് വോട്ടാകട്ടെ, പണമാകട്ടെ, ഒന്നും ചോരി ചെയ്യാത്ത, ആർക്കും അവരവർക്ക് ഇഷ്ടമുള്ള വസ്ത്രമെടുക്കാവുന്ന, ആർക്കും അവരവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാവുന്ന, ആർക്കും അവരവരുടെ വിശ്വാസം പ്രഖ്യാപിക്കാൻ, അത് പരത്തുവാൻ സ്വാതന്ത്ര്യമുള്ള, ആർക്കും പട്ടിണിയില്ലാത്ത, എല്ലാവർക്കും വിദ്യാഭ്യാസമുള്ള, പാതിരാത്രിക്ക് ഒരു സ്ത്രീ ഇറങ്ങിയാലും നട്ടുച്ചിറയ്ക്കുന്ന സ്ത്രീയെക്കാട്ടിൽ സുരക്ഷിതമായ ഒരനുഭവത്തിൻ്റെ സ്മരണ പുതുക്കലാണ് ഓണമെന്ന് ഞാൻ പറഞ്ഞാൽ എനിക്ക് തൃപ്തിയാവുന്നു. അനുഗ്രഹകരമായ ഓണത്തിൻ്റെ സെപ്റ്റംബർ 5 ആയിരുന്നുവെങ്കിലും ഇത്രയും ദിവസമായപ്പോഴും മലയാളി ഉള്ള കാലത്തും ഉള്ള ദേശത്തും ഒന്നും എന്നും ഓണാഘോഷം തീർന്നിട്ടേയില്ല. കാരണം എന്താ? ഭക്ഷണം കഴിക്കാനുള്ള ആഗ്രഹമല്ല, മറിച്ച് അവൻ്റെ സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരത്തെ പറ്റിയുള്ള അവൻ്റെ ഒടുങ്ങാത്ത ആഗ്രഹമാണ്. നമ്മൾ പ്രാർത്ഥിക്കണം. ആര് ഭരിച്ചു എന്നുള്ളത് നമുക്ക് വിഷയമല്ല. അവൻ്റെ ജാതിയോ മതമോ നിറമോ ഭാഷയോ നമ്മുടെ വിഷയമല്ല. നമുക്കെന്താ വേണ്ടത്? ഞാൻ ആദ്യമേ പറഞ്ഞതാണ്, നമുക്ക് വേണ്ടത് I should feel that I am secure in the hands of my rulers. My wife is secure in the hands of the people who are securing the India. My children are getting good education. My brothers and sisters are getting good medicine, good medical facilities. Who is? We are not bothered about the caste and creed. Let everybody worship their own gods. Let everybody wear their own dress, whatever they want.
ലെറ്റ് എവരി വൺ ഈറ്റ് their own tasteful foods, whatever it is. അങ്ങനെയുള്ള ഒരു കാലത്തിൻ്റെ സാക്ഷാത്കാരത്തിൻ്റെ ഓർമ്മ പുതുക്കാനായിട്ട് വന്നിരിക്കുന്ന എല്ലാവരുമേ സന്തോഷം സന്തോഷം ആത്മാർത്ഥമായി ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിങ്ങളെ അവരെയും അനുഗ്രഹകരമായ ഈ ദിവസത്തേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡൽഹി സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൻ്റെ ജീവനാഡിയാണ് അതിൻ്റെ ആത്മീയ പ്രസ്ഥാനങ്ങളെല്ലാം തന്നെ. സൺഡേ സ്കൂള്, എം ജോസഫും, യുവജന പ്രസ്ഥാനം, സ്ത്രീ സമാജം, പ്രാർത്ഥനായോഗങ്ങൾ, ഡയസ്പോറ സീനിയേഴ്സിൻ്റെ ഇവയെല്ലാം ജീവനാഡിയാണ്. എന്നാൽ യുവജന പ്രസ്ഥാനം എല്ലാവർക്കും ഊർജ്ജയും ഒരുമയും കൊടുക്കുന്ന ഒന്നാണ്. വർഷങ്ങളായി മലങ്കര സഭയിലെ യുവജന പ്രസ്ഥാന അംഗങ്ങൾ ഓണത്തോടനുബന്ധിച്ച് ഓണവാരം ആഘോഷിക്കും. എല്ലാ ഭവനങ്ങളും അവർ വിസിറ്റ് ചെയ്യും. രോഗികളായിരിക്കുന്നവർ, പ്രായമായിരിക്കുന്നവർ, അവരെയെല്ലാം കണ്ടു കേട്ട് അവരുടെ ക്ഷേമം അന്വേഷിക്കുകയും ആ വിസിറ്റിനിടയിൽ കിട്ടുന്ന എന്തുമാകട്ടെ അത് നന്മ പ്രവർത്തികളായിട്ട് അവർ വിതരണം ചെയ്യുകയും ചെയ്യും. നമ്മുടെ കത്തീഡ്രൽ ഇടവകയിലെ യുവജന പ്രസ്ഥാനം ഈ ഓണവാരത്തോടനുബന്ധിച്ച്, യുവജനവാരത്തോടനുബന്ധിച്ച് കാലാവസ്ഥയുടെ പ്രതികൂലതകളെല്ലാം മറികടന്നും 90% ഭവനങ്ങളും സന്ദർശിച്ചു. അതിൻ്റെ ഫലമായി ഇതിനോടകം തന്നെ ഈ ഏപ്രിൽ മുതൽ ഇന്ന് വരെ പ്രൊഫഷണൽ വിദ്യാർത്ഥികളായ 4 പേർക്ക് അവരെ ഫുൾ പഠനത്തിനുള്ള സഹായം ചെയ്യുന്നു. ഈ വർഷം മാത്രം, കഴിഞ്ഞ വർഷങ്ങളിലെ തുടരുന്നു. നാട്ടിനകത്തും ഇവിടെയുള്ളവരുമായ രോഗികളുടെ ചികിത്സയ്ക്ക് ആവശ്യമായ പണം അവർ നൽകുന്നു. വിദ്യാഭ്യാസത്തിന് ആവശ്യമായ സഹായം ചെയ്യുന്നു. എന്ന് വേണ്ട, ആരെവിടെ ആവശ്യത്തിന് വേണ്ടി കൈനീട്ടിയാലും അവൻ്റെ ജാതിയോ മതമോ നോക്കാതെ അവൻ്റെ അക്ഷരത്തിൽ കുതിർന്നിരിക്കുന്ന, അക്ഷരം കുതിർന്ന കണ്ണുനീരിൻ്റെ നനവ് കണ്ട് അവരെ സഹായിക്കാൻ തക്കവണ്ണം ഈ പ്രസ്ഥാനം എന്നും പ്രതിജ്ഞാബദ്ധമാണ്. അതിൻ്റെ കൾമിനേഷനാണ് ഈ ഓണസദ്യയും ഈ യുവജനവാരത്തിൻ്റെ സമാപനവും. അതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട പ്രോഗ്രാം. അതോട് ചേർന്ന് ഈ ഇടവകയിലെ ചെറുതും വലുതുമായ എല്ലാവരും, മലയാള ഭാഷ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യാൻ അറിയാവുന്നവരും അറിയാൻ പാടില്ലാത്തവരും, ഹിന്ദി മാത്രം വശമുള്ളവരുമായ മലയാളികളായ ഈ ഇടവക ജനങ്ങൾ ഒരുക്കുന്ന ഒരു കലാ സദ്യയാണ് ഏറ്റവും മുഖ്യമായ ഇന്നത്തെ പ്രോഗ്രാം. അതിൻ്റെ ചീഫ് ഗസ്റ്റായിട്ട് വന്നിരിക്കുന്നത് ഏറ്റവും ആദരണീയനായിരിക്കുന്ന അഡീഷണൽ സെൻട്രൽ PF കമ്മീഷണർ ശ്രീ സുചീന്ദ്രനാഥ് സാറാണ്. അദ്ദേഹം വിദ്യാഭ്യാസ രംഗത്ത് MA LLB പാസ്സായി. മാത്രമല്ല എംപ്ലോയ്മെൻറ്റ് പ്രൊവിഡൻറ്റ് ഫണ്ടിൽ 99 മുതൽ വളരെ സുസ്ഥിരമായ സേവനമനുഷ്ഠിക്കുന്നു. ഇന്ന ദിവസം സെൻട്രൽ ഗവൺമെൻറ് റിട്ടയറായ അദ്ദേഹത്തിൻ്റെ പിതാവ്, അദ്ദേഹം ഒരു കലാകാരനാണ്, എഴുത്തുകാരനാണ്, ചെറുകഥകൾ എഴുതാറുണ്ട്. അദ്ദേഹവും സുചീന്ദ്രനാഥ് സാറിൻ്റെ വൈഫ് 2 ഡോക്ടറാണ്. നമുക്ക് സന്തോഷമുണ്ട്. ഇപ്പോഴും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ആനഗറിൽ വന്ന് സേവനം ചെയ്യാമെന്ന് മനസ്സുകൊണ്ട് സമ്മതിച്ചിരിക്കുക. ഇനി സുചീന്ദ്ര സാറിനൊന്ന് സമ്മതിക്കാമെങ്കിൽ നാളെ മുതൽ ജോയിൻ ചെയ്യുന്നതിന് യാതൊരു മടിയുമില്ല. മാഡത്തിൻ്റെ ക്വാളിഫിക്കേഷനും സ്ഥാനവും അനുസരിച്ച് ഞങ്ങൾ എല്ലാ വിധത്തിലും ആദരിക്കും. സന്തോഷമേ ഉള്ളൂ. വളരെ ബഹുമാനത്തോടെ കുടുംബസമേതം നിങ്ങളേവരെയും ഈ ദിവസത്തേക്ക്, ഈ സദസ്സിലേക്ക്, ഈ സമൂഹത്തിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഡൽഹിയിലെ മലയാളികളെ മാത്രമല്ല, പത്രമാധ്യമ രംഗത്ത് ഒരു കുലപതിയായ ബഹുമാനപ്പെട്ട അശോകൻ സാറ്, അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി ഡോക്ടർ സുധ അശോകൻ, മാഡത്തിൻ്റെ കൈ ഒന്ന് തൊട്ടാൽ, എൻ്റെ ഭാര്യ എപ്പോഴും പറയും, സുധമാടം ഒന്ന് തൊട്ടിട്ട് സുഖമാണെന്ന് ചോദിച്ചാൽ സുഖമാകും. അങ്ങനെ എല്ലാം കൊണ്ടും ദൈവത്തിൻ്റെ വരദാനമുള്ള അശോകൻ സാറും അശോകൻ സാറിൻ്റെ കുടുംബത്തെയും ഡോക്ടേഴ്സ് അടക്കം നിങ്ങളുടെ ആരോഗ്യ കേന്ദ്രത്തിൽ വന്നിരിക്കുന്ന എല്ലാവരെയും വളരെ ഹാർദവമായി ഹൃദയത്തിൻ്റെ ഭാഷയെ സ്വാഗതം ചെയ്യുന്നു. ഡൽഹിയിലെ നസ്രാണി കൂട്ടം എവിടെ കൂടുമ്പോഴും നമ്മുടെ മനസ്സിൽ എന്നും മായാത്ത പുഞ്ചിരിയുടെ, മലയാളത്തിൻ്റെ തനിമ നഷ്ടപ്പെടാത്ത ഒരു വ്യക്തിത്വം ഉണ്ടെന്നത് മറ്റാരുമല്ല, മുത്തൂറ്റ് MG ജോർജ് സാർ. അദ്ദേഹം ഈ ലോകം വിട്ടുമെങ്കിലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം തോളത്തുന്നവിടെ അച്ഛാ സുഖമായിരിക്കുന്നുവോ?
ഇത് നമ്മുടെ കാതിൽ മുഴങ്ങുന്ന ഒരു ശബ്ദമാണ്. ആ ശബ്ദം ഇന്നും ഡൽഹിയിൽ മലയാളികൾക്ക് മാത്രമല്ല എല്ലാവർക്കും, അവിടെയും ജാതി മതഭേദമില്ലാതെ സഹായം ആവശ്യമായിരിക്കുന്ന ആർക്കും ഒന്നും നോക്കാതെ സഹായത്തിൻ്റെ ഹസ്തം നീട്ടുകയും കോവിഡ് കാലത്ത് പോലും അനേക ആളുകളുടെ കുടുംബങ്ങളിൽ പട്ടിണി കൂടാതെ ജീവിക്കുവാൻ തക്കവണ്ണം സന്നദ്ധരായ ഒരു സമൂഹത്തെ വളർത്തിയെടുത്ത ജോർജ് സാറിൻ്റെ പിന്നികാമ്പിയായിരിക്കുന്ന പ്രിയപ്പെട്ട അലക്സാണ്ടർ ജോർജ് മുത്തൂറ്റിനെയും ഭാര്യയെയും മകനെയും വളരെ ഹാർദവമായി സന്തോഷത്തോടെ സാറിൻ്റെ ആ തനിമ, സാറിൻ്റെ ആ പിന്തുടർച്ച അവകാശം പൂർണ്ണമായി അവകാശത്തോടെ നമുക്ക് പകർന്നു തരുന്ന പ്രിയപ്പെട്ട അലക്സിനെയും കുടുംബത്തെയും ഹാർദവമായി ഈ വേദിയിലേക്കും നമ്മുടെ ഇന്നത്തെ ചടങ്ങുകളിലേക്കും ഹാർദവമായിട്ട് സ്വാഗതം ചെയ്തു. ഒരുപാട് ആളുകളുടെ പേരുകൾ ഓർക്കാനും പറയാനുമുണ്ട്. സമയത്തിൻ്റെ ചുരുക്കം കൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവരെയും, വന്നിരിക്കുന്ന എല്ലാവരെയും പ്രായഭേദമന്യേ, ഇടവയിലാണോ അല്ല, ഇതൊന്നും നമ്മുടെ വിഷയമല്ല. ഇന്ന് നമ്മൾ കൂടിയിരിക്കുന്നത് നമ്മുടെ ഒരു നല്ല ഓർമ്മ പുതുക്കാനാണ്. ഓർമ്മയ്ക്കും സ്വപ്നത്തിനും ജാതിയില്ല, ആഹാരത്തിനും ജാതിയിലുണ്ടോ? ലോകത്തിൽ മതിയെന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ. എന്താ? ആഹാരം. അന്നോ മതിയെന്ന് പറയുന്ന ഒന്നേ ഉള്ളൂ, ഒരാഹാരമാണ്. അതും കാത്തിരിക്കുന്നു. ഇതിൻ്റെ പുറകിൽ ഒരുപാട് ആളുകളുടെ അധ്വാനമുണ്ട്, സംഘാടകരുടെ കഠിനാധ്വാനമുണ്ട്, അവരുടെ നേതൃത്വമുണ്ട്, ഫുഡ് കമ്മിറ്റിയുടെ പരിശ്രമമുണ്ട്. ഈ കുഞ്ഞുങ്ങളുടെ കഴിഞ്ഞ ദിവസങ്ങളായി അവരുടെ പരിശീലനത്തിൻ്റെ സമയമുണ്ട്. എല്ലാവരെയും നന്ദിയോടെ ഓർത്തുകൊണ്ട് ദൈവമേ, അനുഗ്രഹകരമായ ഈ പ്രോഗ്രാമും തുടർന്നുള്ള ഓണസദ്യയും അനുഗ്രഹമായി നടക്കണമെന്ന പ്രാർത്ഥനയോടുകൂടി വന്നിരിക്കുന്ന എല്ലാവരെയും ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സദയം ക്ഷമിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ, അപേക്ഷയോടെ, വളരെ സന്തോഷത്തോടെ, ഏറെ പ്രതീക്ഷയോടെ, ശുഭാപ്തി വിശ്വാസത്തോടെ എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. Thank you, Acha, for your inspiring words. I take this moment to welcome our guest of honor, Shri G.R. Suchindra Nath Sir, Additional Central PF Commissioner. He is a native from Trivandrum. He completed his graduation from Calicut University, post-graduation from the University of Kerala, and law from the University of Delhi. He joined EPFO in the year 1999 and has worked in various places across India like Tamil Nadu, Andhra Pradesh and Delhi. A very unique talent that he possesses is that he is mastered in 6 regional languages like English, Hindi, Malayalam, Telugu, Kannada and Tamil. His father, G.R. Thambi, was a retired central government servant in the Ministry of Textiles and was an author of 2 books as well. His wife, Dr. Parvati Thambi, was previously a faculty member at Ammal Dental College and Chettinad Dental College, Chennai. His son, Tejeshwar Thambi, is a law student at National Law University, Tamil Nadu, and Meghanath Thambi, who is a fresher at St. Stephen's College, University of Delhi. We welcome you, sir, and request you to please come up to the stage and say a few words to our audience. പ്രോഗ്രാമൊക്കെ കാണും, അതിനായിട്ടൊരു ഓണസദ്യ കാണും എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇത്രയും നല്ല പരിപാടിയാണ്, ഇത്രയും വിശാലമായിട്ടുള്ളൊരു പരിപാടിയാണ്. അതിൽ 2 വാക്ക് പറയണം എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഞാനങ്ങനെ ഒരു പ്രാസംഗികനുമല്ല. അങ്ങനെ ഒരു ചതി എൻ്റെ അടുത്ത് നടന്നു. ഓണം എന്ന് പറയുമ്പോൾ നമ്മുടെ അച്ഛൻ പറഞ്ഞതുപോലെ എനിക്ക് തോന്നുന്നു ഏതൊരു മലയാളിയുടെ മനസ്സിലും ഓർമ്മകളായിരിക്കും ആദ്യം വരുന്നത്. നമ്മുടെ കുട്ടിക്കാലത്തെ ഓർമ്മകൾ, നമ്മുടെ കുടുംബാംഗങ്ങളോടെ നമ്മൾ പണ്ട് ഓണം ആഘോഷിച്ച ഓർമ്മകൾ, പൂക്കളത്തിൻ്റെ ഓർമ്മകൾ, ഊഞ്ഞാലിൻ്റെ ഓർമ്മകൾ. ഇപ്പോഴത്തെ പിള്ളേർക്കെല്ലാം ഊഞ്ഞാലുകളൊന്നും ഓർക്കാൻ വഴിയില്ല. എന്നാലും നമ്മുടെ നാട്ടിൻപുറത്തിൽ പണ്ട് നമ്മുടെ ഊഞ്ഞാലൊക്കെ കെട്ടി ഓണം ആഘോഷിച്ച ഒരു കാലമുണ്ടായിരുന്നു. ഈ ഓർമ്മകൾ നമ്മൾ കുറച്ചും കൂടി പിന്നാലെ പോകുമ്പോൾ നമ്മുടെ കഥകൾ, പഴങ്കഥകൾ, ഐതിഹ്യങ്ങൾ, പുരാണങ്ങൾ, ഇതിലോട്ടൊക്കെ പോകുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, മഹാവിഷ്ണു, ഹൈന്ദവ വിശ്വാസത്തിലെ മഹാവിഷ്ണുവിൻ്റെ അവതാരങ്ങളിൽ 5ാമത്തെ അവതാരമായിരുന്നു വാമനൻ.
ഈ വാമനൻ ഭൂമിയിലേക്ക് വന്നു മഹാബലി എന്നുള്ള ഒരു രാജാവിൻ്റെ അഹങ്കാരം അടക്കാൻ വേണ്ടിയിട്ട് മാത്രം അവതരിച്ചു വന്നിരുന്നുകൊണ്ട് എന്നുള്ള കാര്യം നമ്മളെല്ലാം ഓർക്കുന്നു. പക്ഷേ ഈ കഥയുടെ പിന്നിൽ ചില ഗുണപാഠങ്ങളുണ്ട്. അതിന്നും പ്രതിധ്വനിക്കുന്ന ഗുണപാഠങ്ങളാണ്. അതായത് നമ്മളിവിടെ നോർത്ത് ഇന്ത്യയിലും പറയും, പോപ്പുലർ സെയിങ് ആണ്, രഘുകുല രീതി സദാ ചലിയായി പ്രാണ ജായ തു ജായ പർ വചനന് ജായ. അത് പറഞ്ഞ വാക്ക് പാലിക്കണം. അപ്പോൾ ഈ ദശാവതാരത്തിലെ രാമൻ്റെ കണക്ക് പറയുന്നത് പോലെ തന്നെയാണ് മഹാബലിയുടെ കാലത്ത് വാമനൻ്റെ അവതാരത്തിലും പറയുന്നുണ്ട്, പറഞ്ഞ വാക്ക് പാലിക്കണം. അത് നമ്മുടെ മൂല്യങ്ങൾ, നമ്മുടെ സംസ്കാരത്തിനെയാണ് നമ്മളത് പറയുന്നത്. അതുപോലെ നമ്മളെല്ലാം ഇപ്പോൾ പറയുന്ന ഗുഡ് ഗവർണൻസ്, ഗവൺമെൻറ്റിലെ ഒരു കീവേഡാണ് ഗുഡ് ഗവർണൻസ്. ഒരുപക്ഷെ യുഗങ്ങൾക്ക് മുമ്പേ മഹാബലി നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുള്ളതാണ് ഈ ഗുഡ് ഗവർണൻസ്. ഈ ഗുഡ് ഗവർണൻസിൻ്റെ ഭാഗമായിട്ട് കള്ളം, ചതി, പട്ടിണി, വിശപ്പ് ഒന്നുമില്ലാത്ത ഒരു ഗവർണൻസ്. ഫാദർ പറഞ്ഞതുപോലെ ഇതൊക്കെ നമ്മുടെ മലയാളികളുടെ മനസ്സിൽ സ്വപ്നം മാത്രമല്ല, അതിനെ സാക്ഷാത്കരിക്കാനുള്ള ഒരു മോഹം, ഒരു വിശ്വാസം കൂടെയാണ് ഈ ഓണം എന്നുള്ളൊരു ഒരു ഫെസ്റ്റിവൽ നമ്മൾ എല്ലാ വർഷവും എല്ലാ മലയാളികളും എവിടെയായിരുന്നാലും ലോകത്തിൻ്റെ ഏത് മുക്കിലും മൂലയിലും ഉണ്ടെന്നാലും നമ്മളത് ആഘോഷിക്കുന്നത്. അതുപോലെ തന്നെ ഒരു കാര്യം നിൻ്റെ പെട്ടെന്ന് ഓർമ്മ വരുന്നത്, ഈ മഹാബലിയുടെയും വാമനൻ്റെയും കഥ ഒരുപക്ഷെ നടക്കുന്നത് കേരളത്തിലായിരുന്നില്ല. അത് ഇന്നത്തെ മധ്യപ്രദേശിലും ഗുജറാത്തിലൊക്കെ ഒഴുകുന്ന നർമ്മദ നദീതീരത്താണ് സംഭവിച്ചതെന്നാണ് ഐതിഹ്യം. അവിടുത്തെ യജ്ഞശാലയിലാണ് ഈ പാതാളത്തിലോട്ട് താഴ്ത്തുന്ന പരിപാടിയൊക്കെ നടക്കുന്നത്. പക്ഷേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം, അന്ന് അവിടെ നടന്ന കാര്യം, അത് യുഗങ്ങൾക്ക് മുമ്പേ അവിടെ നടന്ന ഒരു കാര്യം മറ്റ് സംസ്ഥാനങ്ങളും മറ്റ് സംസ്കാരങ്ങളും മറന്നിരിക്കെ നമ്മൾ മലയാളികൾ അതിനെ ഓർക്കുന്നുണ്ട്. എന്തെന്ന് പറഞ്ഞാൽ ചില മൂല്യങ്ങൾ ഇന്ന് ഈ സമയത്ത് കേരളത്തിൽ ഇപ്പോഴും നിലകൊള്ളുന്നു. അതുകൊണ്ടാണ് ഈ ഇത്രയും 1000 വർഷങ്ങൾക്ക് മുമ്പേ നടന്നുവെന്ന് നമ്മൾ സങ്കല്പിക്കുന്ന കാര്യങ്ങൾ, മഹാബലിയുടെ കഥയാകട്ടെ വാമനൻ്റെ കഥയാകട്ടെ, കേരളത്തിൽ നിന്നും ഇത്രയും ദൂരെ 2000 കിലോമീറ്റർ അപ്പുറത്ത് ഈ ഡൽഹിയിൽ ഈ വിശുദ്ധ സെൻറ്റ് മേരീസ് പള്ളിയിൽ നമ്മൾ രാമൻ്റെയും മഹാവിഷ്ണുവിൻ്റെയും വാമനൻ്റെയും മഹാബലിയുടെ കഥ പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം, അത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും നമ്മുടെ എല്ലാം കോമൺ ഹെറിറ്റേജായിട്ട് നമ്മൾ കരുതുന്ന ചില കാര്യങ്ങളുണ്ട്. അതാണ് നമ്മൾ ഓണം നമ്മളെ ഇതൊക്കെയാണ് റിമൈൻഡ് ചെയ്യുന്നത്. സർവോപരി ഐശ്വര്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും ഒരു അല്ലെങ്കിൽ സാഹോദര്യത്തിൻ്റെയും ഒരു ഉത്സവമാണ് ഓണം. ഇത് ഏവർക്കും നമ്മളെല്ലാവരും നമ്മൾ സ്വയം ഓർമ്മിക്കേണ്ട കാര്യങ്ങളാണ്, മറ്റുള്ളവരെയും ഓർമ്മിക്കേണ്ട കാര്യങ്ങളാണ്. വിളിച്ചതിന് നന്ദി. വൺസ് അഗെയിൻ എല്ലാവർക്കും, എല്ലാ നല്ല മലയാളികൾക്കും ഓണാഘോഷങ്ങൾ. താങ്ക് യു. നമസ്കാരം. Thank you, sir, for your inspiring words. It touched us a lot. കാതങ്ങൾ താണ്ടി ഇന്ദ്രപ്രസ്ഥത്തിലെത്തിയ നമ്മൾ മരതകത്തട്ടുടുത്ത മലയാള നാടിനെ മാറോട് ചേർത്ത് പിടിക്കുമ്പോൾ ആ മണ്ണിൻ്റെ താളത്തുടുപ്പുകളിലെ ഇന്നലകൾ ഓർമ്മകളായി കൊഴിയുമ്പോൾ, ഓണം ആ ഓർമ്മകളിലെ കുളിരാകുമ്പോൾ, ആ മണ്ണിൻ്റെ സാധാരണക്കാരുടെ ഇന്നത്തെ നീറുന്ന ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയാകർഷിച്ചുകൊണ്ട് ഞങ്ങൾ വിനയപൂർവം അവതരിപ്പിക്കുന്നു ഒരാനയോണം. നാടകരചന സംവിധാനം രാഘവ് പ്രസാദ്. ഒരാനയോണം. ജീവിതമാർഗം തേടി കാതങ്ങൾ താണ്ടി
असतो मा सद्गमया तमसो मा ज्योतिर्गमया मृत्योर्मा अमृतं गमया അങ്ങനെ ഞാൻ അങ്ങു പോവതിങ്ങനെ അങ്ങനെ ഞാൻ അങ്ങു പോവതിങ്ങനെ ഇങ്ങനേവം മനോരാജ്യം എങ്ങനെയെന്നെല്ലാം കേൾവി ഇങ്ങനേവം മനോരാജ്യം എങ്ങനെയെന്നെല്ലാം കേൾവി അങ്ങനെ ഞാൻ അങ്ങു പോവതിങ്ങനെ പങ്കജബാണനൊരു പകയായി ചമഞ്ഞിതെന്നിൽ എങ്ങിനെയെല്ലാം അവനീയുന്നിതെന്നെ വെൽവാൻ പങ്കജബാണനൊരു പകയായി ചമഞ്ഞിതെന്നിൽ എങ്ങിനെയെല്ലാം അവനീയുന്നിതെന്നെ വെൽവാൻ അങ്ങോട്ടിങ്ങോട്ടുഴന്നിട്ടംഗം നിറം കേടേണ്ട അങ്ങോട്ടിങ്ങോട്ടുഴന്നിട്ടംഗം നിറം കേടേണ്ട ശങ്ക തുടങ്ങു കിടങ്ങു സുഖങ്ങളൊതുങ്ങും മനമെങ്ങും പിഴിയെങ്ങും ഗുണമംഗീകരിയാതെ പോവതോ അങ്ങനെ ഞാൻ അങ്ങു പോവതിങ്ങനെ ഘോരപടഗണമായിരവും വീരൻ വിടർത്തിട്ടൊരുൾക്കൊമത്താൽ ഘോരപടഗണമായിരവും വീരൻ വിടർത്തിട്ടൊരുൾക്കൊമത്താൽ പാരാതെ ചുറ്റി വിഷജ്വാല പാടി പരത്തി ഹരിയുടെ നേരെ കുതർത്തി ഉളച്ചുടൻ ചിരിപ്പാഞ്ഞെത്തി താനാ പുണ്യ പേരായിരമുള്ളൊരുള കീഴേഴു പേരാകിയ നാരായണനും പണത്തിൻ മീതെ ചാടി പാരാതെ കേറി പണി കൂടാതെ വൻഭണം തോറും ക്രമത്തിൽ ചാടി വന്ദിച്ചൂടൻ കൃഷ്ണ നൃത്തമാടി വൻഭണം തോറും ക്രമത്തിൽ ചാടി വന്ദിച്ചൂടൻ കൃഷ്ണ നൃത്തമാടി തൻ ഭംഗിയോരും വലം കയ്യിൽ കൊമ്പും കുഴലും ഇടം കയ്യിൽ പാമ്പിന്റെ വാലും പശു മെയ്ക്കാനൻ പേരും കോലും ഈ പണ്ണമങ്ങൻ പൂടുതരം പൂടരസം പൂണ്ടുപരം പുരുഷ നർത്തന ഭംഗിയതെത്ര മോടി അന്നത്ര ദേവാദികൾ എത്ര കൂടി ഇത്തരമൊട്ടു കഴിഞ്ഞ നേരം സത്വരം സർപ്പപ്പാരം കുഴങ്ങി ഇത്തരമൊട്ടു കഴിഞ്ഞ നേരം സത്വരം സർപ്പപ്പാരം കുഴങ്ങി പത്തികൾ താണു കാടും ചോര ഛർദിച്ചു വീണു മുറയിട്ടങ്ങർത്തിച്ചു കീണു മുരളി ഭൂതത്രൈവമാണു ഭഗവാനെ ഹൃത്താമര സത്താല മുത്താശൂടുത്താഴിന നൃത്തം മനോഹരമേളം കൂടി ചില നത്ര ദേവാദികൾ പുഷ്പവൃഷ്ടി പാണിവളകൾ കിലുങ്ങിടവേ പാരം ചേണുറ്റ കൊങ്ക കുലുങ്ങിടവേ പാണിവളകൾ കിലുങ്ങിടവേ പാരം ചേണുറ്റ കൊങ്ക കുലുങ്ങിടവേ വേണിയഴിഞ്ഞും നവസുമ ശ്രേണി പൊഴിഞ്ഞും കളമൃദുവാണി മൊഴിഞ്ഞും സഖിഹെ കല്യാണി ഘനവേണി സുഖവാണി ശുശ്രോണി നാം ഇണങ്ങി കുമ്മിയടിച്ചിടണം കല്യാണി ഖരവേണി സുഖവാണി ശുശ്രോണി നാം ഇണങ്ങി കുമ്മിയടിച്ചിടേണം നന്നായി വണങ്ങി കുമ്മിയടിച്ചിടണം നന്നായി വണങ്ങി കുമ്മിയടിച്ചിടണം നന്നായി വണങ്ങി കുമ്മിയടിച്ചിടണം
നെഞ്ചില് പഞ്ചാരപ്പാലല്ല തേനല്ല പൊള്ളുന്ന തീക്കനല കണ്ണില് മന്ദാര പൂവല്ല കാണു നീ കണ്ണീരിൻ പൂമഴയാ പുഞ്ചിരിയാണേലും ഉള്ളിൽ കൊള്ളും മുള്ളാണേ ചങ്കില് നോവിന്റെ കല്ലൻ കല്ലാണേ കണ്ണൊന്നടച്ചാലും മുന്നിൽ വന്നേ നിപ്പാണേ മാറ്റാലും മായുന്നില്ലേ നേരാ നേരാ മഴവിൽ ചേല നെഞ്ചോട് ചേർത്തവളാ പാടാ പാടാ മറക്കുവാൻ പാടാ അനുരാഗത്തീ കടലാ ശോകം വേണ്ട മൂകം വേണ്ട കൂട്ടായി ഞങ്ങളില്ലേ നിന്നെ വേണ്ടേ നിനക്കും വേണ്ട വല്ലാണ്ട് നിനച്ചിടല്ലേ रुको जरा सबर करो क्लाइमैक्स अभी बाकी है പറക്കണ പൂവേ 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 കളറാവട്ടെ ചിരി 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 ചിരിക്കണ ചുണ്ടേ 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 അവറാവട്ടെ മുല്ലേ 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 മുടിമേലെ മണം പരത്തണം മലയാള കരയിളക്കണം വിളമ്പാനായില നിരത്തുന്ന ഒരു ജീവ മിനിങ്ങി വാ ഏത് മൂട് ഏത് മൂട് ഏത് മൂട് മുണ്ട് മൂട് ഏത് മൂട് സാരി മൂട് ഏത് മൂട് സത്യ മൂട് ഏത് മൂട് മൂട് ഏത് മൂട് മൂട് ഏത് മൂട് മൂട് ഏത് മൂട് ഏത് മൂട് മൂട് ഏത് മൂട് മൂട് സാരി മൂട് ഏത് മൂട് സത്യ മൂട് ഏത് മൂട് മൂട് ഏത് മൂട് മൂട് ഏത് മൂട്
ജോൺ വിളിച്ച് പറയുന്നത് അവനും കെട്ടിയോളും പിള്ളേരും നാളെ തന്നെ ഇങ്ങോട്ട് വരുവാന്ന്. നാട്ടുകാരുടെ മുമ്പിൽ നീ നാണം കെട്ടിയാണെന്ന് നിങ്ങളുടെ വായൊന്ന് കൂട്ടിട്ട് കഥ കൊണ്ട് തുറക്ക്. നീ എന്തോ കഴിച്ചു കഴിഞ്ഞ് ഇറങ്ങിയത്? രാവിലെ ഒന്ന് തുടങ്ങിയതാ. നിങ്ങൾ കഴിച്ചത് തന്നെ ഞാനും കഴിച്ചത്. നടക്കണം, ഇരിക്കണം, നിൽക്കണം, ചാടണം. ഞാനിപ്പോ എന്താ ചെയ്യുന്നത്? ഞാൻ ഭയങ്കര താഴ്ചയാണെന്ന് പറഞ്ഞു. ഞാൻ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ വേണമെങ്കിൽ ചാടിക്കോ, പക്ഷെ ഇപ്പൊ കഥ കൊണ്ട് തുറക്ക്. ചാടി തന്നെ തുറക്ക്. നിന്റെ പായം താങ്ങി അറിഞ്ഞു. എന്നാ ചാവി. ചിലപ്പോഴൊന്നും പറഞ്ഞാൽ ചിലപ്പോൾ തുറന്നു എന്നാ തന്നെ ചെയ്യും. അയ്യോ, എന്തോരം നാറ്റമോ. ഇങ്ങനോട് ഞാൻ പറഞ്ഞത് അർബൻ ക്ലാബുകാരെ വല്ലതും ഒന്ന് ക്ലീൻ ചെയ്യിപ്പിക്കണമെന്ന്. പറഞ്ഞാലും മനസ്സിലാവത്തില്ല. എന്തോ ചെയ്യാനാന്ന് പറ. ഞാനിവിടെ ഉള്ള നിനക്ക് വേറെ അർബൻ ക്ലാബിന്റെ ആവശ്യമുണ്ടോ? നിങ്ങൾ വാ കൂട്ടിയിട്ട് എളുപ്പം തൂത്തു വരാൻ തുടങ്ങിക്കോ. നീ ഞാൻ കഥ തുറക്കും, നീ അകത്ത് പോയി ക്ലീൻ ചെയ്യുക. ഞാൻ കൂട്ടുകാരെയൊക്കെ ഒന്ന് കണ്ടിട്ട് കവലിൽ അവരൊക്കെ നിൽക്കും. നിങ്ങളുടെ കൂട്ടുകാരൊക്കെ അവിടെ നിന്നോളും. എളുപ്പം തുടങ്ങിക്കോ. കുട്ടികൾക്കുള്ള ഓണസമ്മാനം എടുത്ത് മക്കളെ, അപ്പച്ചന്റെയും അമ്മച്ചിയുടെയും വക ഈ വർഷത്തെ ഓണസമ്മാനം. അല്ല മോളെ, അവളൊരു കഥകളുടെ കലുവറയാണ്. ഈ കുടുംബത്തിന്റെ ഉയർച്ച താഴ്ചകളിൽ എനിക്കൊപ്പം നിന്നതിന്റെ കഥകൾ. രാജാക്കന്മാരുടെ കഥകൾ നാം ധാരാളം കേട്ടിട്ടുള്ളതല്ലേ. ഇന്ന് നിങ്ങൾക്ക് നിങ്ങളെപ്പോലുള്ള ഒരു കുട്ടിയുടെ കഥ.
എങ്കിലുമെന്നോ മേലാൾക്ക് താമസിക്കാനെൻ കരളിൽ തങ്കക്കിനാവ് കൊണ്ടൊരു താജ്മഹൽ ഞാൻ പണിയാം. പണസഖി ഞാൻ വെറുമൊരു പ്രാണസഖി പാടിക്കൊണ്ടിരിക്കും. ഇതുവരെ തുടങ്ങിയില്ല നിങ്ങള്. എടി ഞാൻ നമ്മൾ വർഷത്തിൽ 2 പ്രാവശ്യം ഇവിടെ ഈ താജ്മഹൽ ഇങ്ങനെ പണിയിട്ടിട്ടുണ്ടല്ലോ. നോക്കാനും എടുക്കാനും ആളുമില്ല. എന്തോ ചെയ്യും? നിങ്ങളോട് അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു ഇവിടെ വലിയ മണിമാളിക പണി ഇടാനും വേണ്ടി. ഒരു നീ ലേഡി പറഞ്ഞത്. നീ ലേഡി മോളെ പറഞ്ഞത് നിന്റെ കൂട്ടുകാരല്ലേ ഇവിടെ അവരുടെ നാട് സെറ്റായിരുന്നു. നിനക്ക് മാത്രം വീടില്ല. അതുകൊണ്ട് ഇത് പണിയിട്ടേക്കുന്നത്. അതിന് നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞു ഞാൻ പറയുന്നത് കേട്ട് എല്ലാം തുള്ളതായി പറഞ്ഞോണ്ട് ഇത് തലയ്ക്ക് ഉള്ളതുണ്ടോ? നിങ്ങളോട് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതാണ് ഈ വലിയ മണിമാളിക പണിഞ്ഞിട്ടും അത് നോക്കാനും കൂടെ ഒരാളെ നയിപ്പിക്കണമെന്ന്. ഇനി ഞാൻ ആ ബംഗാളിയോട് പറഞ്ഞു 25,000 രൂപ കൊടുക്കണം. അയാൾ ഭാര്യയും കൂടെ വന്ന് താമസിക്കാം. അത്ര സാലറി പോലെ എനിക്ക് കിട്ടുന്നില്ല. ബംഗാളി നിങ്ങൾ അവിടെ ബംഗാളി ഇവിടെ വലിയ മുതലാളിയുമല്ലേ? നിങ്ങളൊക്കെ കുറവാണോ? ഞാൻ നിന്നോട് സത്യം പറയട്ടെ. അയ്യോ ഒന്ന് പറഞ്ഞാട്ട്. നിനക്കൊരു ബംഗാളിയെ കെട്ടിയാൽ പോരെ? നിങ്ങൾ ബംഗാളിക്ക് കുറവൊന്നുമല്ല. നിങ്ങൾ അവിടെ ബംഗാളി ഇവിടെ വലിയ മുതലാളിയുമാണെന്ന്. അവിടെ ഒരു 10,000 രൂപ കൊടുത്ത് കൊള്ളാമെന്ന വാടക വീട്ടിൽ താമസിക്കാൻ വയ്യങ്ങൾക്ക് 25,000 രൂപ കൊടുത്ത് ബംഗാളി വെച്ച് വീട് നോക്കാൻ താമസിക്കണമെന്ന്. എന്തൊക്കെ കാലം പോലെ കാര്യമേ. ഞാനൊരു കാര്യം പറയട്ടെ. അയ്യോ ഒന്ന് പറഞ്ഞാട്ട്. നിനക്കറിയാം ഈ ബംഗാളി മലയാളി തമ്മിലുള്ള വ്യത്യാസം? എന്റെ കർത്താവ് ഇനി അതുകൂടെ ഒന്ന് പറഞ്ഞാട്ട്. ഈ ബംഗാളി എന്ന് പറഞ്ഞാൽ നാട്ടുകാരുടെ മുഴുവൻ പണിയും മലയാളിയാണ്. നിന്റെ കൂടെയുള്ള പെണ്ണുപിള്ളമാരുടെ മാത്രം പണി. എങ്കിൽ ഞാനൊരു രഹസ്യം പറയട്ടെ. പെണ്ണുപിള്ളയുടെ കാര്യം കേട്ടാലേ സമാധാനമായിട്ട് ജീവിക്കാം. നീ നന്നായിട്ട് ഓ ഇനി ഇരിക്കേ. പറ. നമ്മളിങ്ങനെ ജീവിച്ചാൽ മതിയോ? പിന്നെ എങ്ങനെ ജീവിക്കണം? ഈ വർഷം മുഴുവൻ നമ്മൾ ഡൽഹിയിലും അവിടെ ഇവിടെ കണ്ട പൊല്യൂഷനും അത് ചെയ്തു നമ്മുടെ നാട്ടിലൊരു സെറ്റാണ്. ആകാം. അതിനെന്തോ കുഴപ്പം? റെഡിയാണ്. നമുക്കാണെങ്കിൽ ഇവിടെ നാട്ടിൽ നമ്മുടെ അപ്പനെയും അമ്മയൊക്കെ നോക്കി അവരാണെങ്കിലും അവിടെ ഇവിടെ നമുക്ക് അവരെയൊക്കെ ഒന്ന് കൂട്ടി നമുക്കൊന്ന് ചെന്ന് ഓണമായിട്ട് ഇടയ്ക്ക് കൊടുത്ത് ഓണത്തിന് ചങ്ങനത്തിൽ വരാം. അത് വല്ലപ്പോഴും ഒന്ന് വരണം. ഓക്കെ അച്ചായ, നമുക്ക് ആലോചിക്കാം. പണ്ടത്തെ കാര്യങ്ങൾ നമ്മളെ ഓർത്തുമാണ്. നമ്മുടെ ജോലി പോലും കൂട്ടുകാരും ഒക്കെ പണ്ട് കളിക്കുന്ന ഒരു പഴുപ്പഴ്. ആ
ന്യായമായാലും കാര്യമായാലും സ്നേഹമായാലും ചതിയായാലും വഞ്ചനയായാലും എല്ലാം എല്ലാം ഈ സാമാന്യം കൊണ്ടാണല്ലോ. കൊമ്പനാന കുട്ടപ്പ കൊമ്പ് കുലുക്കണ കുട്ടപ്പ ആനക്കാരൻ വീരപ്പന്റെ കൂടെ നടക്കണ കുഞ്ഞപ്പ ആനക്കാരൻ വീരപ്പന്റെ കൂടെ നടക്കണ കുഞ്ഞപ്പ ഡും 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 കണ്ണിലുണ്ണിയാണേ കണ്ണനാണേ കൊച്ചു കൊമ്പനാണേ വമ്പനാണേ ചേലുണ്ട് കലയുണ്ട് ചേറ്റുമൂറം ചെവിയുണ്ട് നാലുകൾ തൂണുണ്ട് ചൂല് പോൽ വാലുണ്ട് കുട്ടനാണേ കളിക്കുട്ടനാണേ കേമനാണേ തുമ്പിക്കയ്യനാണേ. VS-നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഒരു നാച്ചുറൽ ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് പറയുന്നത്, സ്വാഭാവികമായിട്ടുള്ള അദ്ദേഹത്തിന്റെ രീതി എന്ന് പറയുന്നത് അദ്ദേഹം ഒരു റിബലാണ് എന്നുള്ളതാണ്. അദ്ദേഹം എല്ലാറ്റിനോടും കലഹിക്കുന്ന ഒരു നേതാവാണ്. അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന അടിസ്ഥാന വർഗത്തിന് വേണ്ടി, അവർ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് വേണ്ടി
അങ്ങനെ എല്ലാവരും ആശ്വാസിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൽ ചില നല്ല പിള്ളേരുണ്ട്, അതൊക്കെ ശരിയാ. പക്ഷേ ഈ പോയ കൂട്ടത്തില് നല്ലതൊന്നുമില്ല. ഇതിനെക്കാട്ടി നല്ല സ്ഥലം അവിടെ ഉണ്ട്. പക്ഷെ ഈ ഫോറസ്റ്റ് തന്നെ നമ്മൾ അവിടെ പോകാൻ സാധിക്കില്ല. ബിക്കോസ് അവിടെ കാട്ടുപന്നികളും കാട്ടാനകളും ഉണ്ട്. ഇവിടെ നല്ല വൈബല്ലേ അറിയാ. ഈ ഫോറസ്റ്റ് മുഴുവൻ കാടാണല്ലോ. സാറേ ചോദിക്കണം എന്താണെന്ന് അറിയോ? സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്പ് ഇല്ലേ? ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇല്ലേ? സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്പ് എനിക്കറിയില്ല സാർ. അങ്ങനത്തെ സാധനമൊക്കെ വെച്ച് മിസ്സിന് ഇംപ്രസ് ചെയ്യാൻ പറ്റില്ലേ? പറ്റുമായിരിക്കാം, പക്ഷെ എനിക്ക് പാടില്ല പറ്റുള്ളൂ. മാടിസെത്ത മനുഷ്യൻ തിന്നാൻ തോല വെച്ച് മേലം കെട്ടി അററ നാക്കമുക്ക 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 മാടിസെത്ത മനുഷ്യൻ തിന്നാൻ തോല വെച്ച് മേലം കെട്ടി അററ നാക്കമുക്ക 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 അററ നാക്കമുക്ക 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 അററ നാക്കമുക്ക 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 നാക്കമുക്ക
വരമ്പിൽ വെച്ചു മാൻമിഴിയാം പൂങ്കിളിയെ കടവിൽ അമ്പലക്കുളക്കടവിൽ വെച്ചോ മുണ്ടകപ്പട വരമ്പിൽ വെച്ചു മാൻമിഴി അമ്പലക്കുളക്കടവിൽ വെച്ചോ മുണ്ടകപ്പട വരമ്പിൽ വെച്ചു മാൻമിഴിയാം പൂങ്കിളിയെ കണ്ടു ഞാൻ. അമ്പലക്കുളക്കടവിൽ വെച്ചോ മുണ്ടകപ്പട വരമ്പിൽ വെച്ചു മാൻമിഴിയാം പൂങ്കിളിയെ കണ്ടു ഞാൻ. കാട്ടുചമ്പക ചന്തം നല്ല നാട്ടുമഞ്ഞളിൽ ഗന്ധം കണ്ടപ്പോൾ തൊട്ടേ കണ്ണിൽ കണ്ണായി നിന്നവളെ കണ്ണാടിപ്പൂവേ. അമ്പലക്കുളക്കടവിൽ വെച്ചോ മുണ്ടകപ്പട വരമ്പിൽ വെച്ചു മാൻമിഴിയാം പൂങ്കിളിയെ കണ്ടു ഞാൻ. വെറുതെ മിഴിയടച്ചാൽ മുന്നിൽ വന്നു നിൽക്കും കുളിരും ചെറുകാറ്റായി കാതിൽ മെല്ലെ മൂളും നുണക്കുഴിക്കവൾ കുലുക്കിയെന്നവൾ ചിരിക്കവേ വെളുത്ത ചന്ദ്രൻ ഉദിച്ചു നിൽക്കണ തിളക്കമാ മിണ്ടാനന്റെ നാണം കരിവണ്ടായി മാറാൻ മോഹം കണ്ടപ്പോൾ തൊട്ടേ കണ്ണിൽ കണ്ണായി നിന്നവളെ കണ്ണാടിപ്പൂവേ. അമ്പലക്കുളക്കടവിൽ വെച്ചോ മുണ്ടകപ്പട വരമ്പിൽ വെച്ചോ മാൻമിഴിയാം പൂങ്കിളിയെ കണ്ടു ഞാൻ. പാട്ടിന്റെ താളത്തിൽ തുള്ളടി ആലോലങ്കിൽ തില്ലാന നാറ്റുപാട്ടിന്റെ താളത്തിലാണടി കുഞ്ഞോലങ്കിൽ തില്ലാന. പാട്ടിന്റെ താളത്തിൽ തുള്ളടി ആലോലങ്കിൽ തില്ലാന നാറ്റുപാട്ടിന്റെ താളത്തിലാണടി കുഞ്ഞോലങ്കിൽ തില്ലാന. തോറ്റം പാട്ടിന്റെ താളത്തിലാണടി പൂവാലങ്കിൽ തില്ലാന. തോണിപ്പാട്ടിന്റെ താളത്തിൽ പാടടി കാവാലങ്കിൽ തില്ലാന. തോറ്റം പാട്ടിന്റെ താളത്തിലാണടി പൂവാലങ്കിൽ തില്ലാന. തോണിപ്പാട്ടിന്റെ താളത്തിൽ പാടടി കാവാലങ്കിൽ തില്ലാന. പാട്ടിന്റെ പാട്ടിന്റെ താളത്തിൽ തുള്ളടി ആലോലങ്കിൽ തില്ലാന. പാട്ടിന്റെ താളത്തിലാണടി തൂവാനങ്കിൽ തില്ലാന. തുള്ളൽ പാട്ടിന്റെ താളത്തിൽ തുള്ളടി താലോലങ്കിൽ തില്ലാന. പാട്ടിന്റെ താളത്തിലാണടി തൂവാനങ്കിൽ തില്ലാന. തുള്ളൽ പാട്ടിന്റെ താളത്തിൽ തുള്ളടി താലോലങ്കിൽ തില്ലാന. പാടൽ പാട്ടിന്റെ താളത്തിൽ പാടടി പാടത്തെ പൈകിൽ തില്ലാന. ഉള്ളോർ പാട്ടിന്റെ താളത്തിലാണടി പുന്നാരങ്കിൽ തില്ലാന. പാടൽ പാട്ടിന്റെ താളത്തിൽ പാടടി പാടത്തെ പൈകിൽ തില്ലാന. ഉള്ളോർ പാട്ടിന്റെ താളത്തിലാണടി പുന്നാരങ്കിൽ തില്ലാന. പാട്ടിന്റെ പാട്ടിന്റെ താളത്തിലാണടി കുഞ്ഞോലങ്കിൽ തില്ലാന. പാട്ടിന്റെ താളത്തിൽ തുള്ളടി നല്ലോലങ്കിൽ തില്ലാന. നാവൂർ പാട്ടിന്റെ താളത്തിലാണടി നാരായണങ്കിൽ തില്ലാന. പാട്ടിന്റെ താളത്തിൽ തുള്ളടി നല്ലോലങ്കിൽ തില്ലാന. നാവൂർ പാട്ടിന്റെ താളത്തിലാണടി നാരായണങ്കിൽ തില്ലാന. കൊയ്ത്തു പാട്ടിന്റെ താളത്തിൽ പാടടി കൊമ്പേറുങ്കിൽ തില്ലാന. കുറുത്തി പാട്ടിന്റെ താളത്തിൽ തുള്ളടി കുഞ്ഞാറ്റങ്കിൽ തില്ലാന. കൊയ്ത്തു പാട്ടിന്റെ താളത്തിൽ പാടടി കൊമ്പേറുങ്കിൽ തില്ലാന. കുറുത്തി പാട്ടിന്റെ താളത്തിൽ തുള്ളടി കുഞ്ഞാ
പാട്ടിന്റെ പാട്ടിന്റെ താളത്തിൽ തുള്ളടി ആലോല്ലെങ്കിൽ തില്ലാന ഞാറ്റുപാട്ടിന്റെ താളത്തിലാണടി കുഞ്ഞോല്ലെങ്കിൽ തില്ലാന പുഞ്ചിരി തഞ്ചി കുഞ്ചിക്കോ മുന്തിരി മുത്തൊളി ചിന്തിക്കോ മഞ്ചണി വർണ്ണ ചുന്ദരി വാവേ കാങ്കിന്നക്ക തകതിമിയാടും തങ്കനിലാവേ പുഞ്ചിരി തഞ്ചി കുഞ്ചിക്കോ മുന്തിരി മുത്തൊളി ചിന്തിക്കോ മഞ്ചണി വർണ്ണ ചുന്ദരി വാവേ കാങ്കിന്നക്ക തകതിമിയാടും തങ്കനിലാവേ കൊലുസല്ലേ കുറുകുയിലല്ലേ മാരണമയിലല്ലേ തങ്ക കൊലുസല്ലേ കുറുകുയിലല്ലേ മാരണമയിലല്ലേ വീണ്ടും നിങ്ങളോ Chumma chumma ke sitare vargi touching on your body while you pushing on me don't you in the party I can do this all week we'll be dancing till the morning go to bed we won't sleep chumma 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 ke sitare vargi ഭയങ്കരം തന്നെ ഇതൊക്കെ എന്ത് ചെണ്ടമേളക്കൊട്ടി കളിയാണ് മുല്ലപ്പൂവ് ചൂടി വരവാണ് സദ്യ കൂട്ടങ്ങൾ ഒരുങ്ങാണ് ഒന്നാട്ട് തിന്നാട്ട് ഒരുമിച്ച് നിന്നാട്ട് ചെണ്ടമേളക്കൊട്ടി കളിയാണ് മുല്ലപ്പൂവും ചൂടി വരവാണ് സദ്യ കൂട്ടങ്ങൾ ഒരുങ്ങാണ് ഒന്നാട്ട് തിന്നാട്ട് ഒരുമിച്ച് നിന്നാട്ടെ ഓണക്കുടവയുടുത്തില്ലേ ഊഞ്ഞാലാടണ്ടേ ഓലക്കുട വേണ്ടേ ചാന്തും പച്ചില്ലേ ചാഞ്ചക്കം കളിയാടണ്ടേ ചെമ്മേ ചെമ്പട്ടിൻ ചേലിലാവണ്ടേ
ചിലപ്പോ തോന്നും നീ ഒരു കോമാളിയാണ്, ചിലപ്പോ തോന്നും നീ വലിയൊരാളാണ്. സത്യത്തില് നീ ആരാ? ഹുങ്കു വരുത്തവൾ അറിവളോ, അന്ത തുഞ്ചാരത്തുള്ള കൊമ്പത്തെ വമ്പത്തി അറിവളോ, പണ്ട് ആദാമിനെ കൊണ്ടാപ്പിള് തീറ്റിച്ച പെണ്ണിവളോ, അന്നേ ആണിന്റെ വാരിയൽ ഉരിക്കാൻ വന്നൊരു പെണ്ണിവളോ. ഓ യു റെഡി? వచ్చి చంపేస్తుండాయి ఫీలింగ్స్ ఫీలింగ్స్ వచ్చిండాయి ఫీలింగ్స్ వచ్చిండాయి ఫీలింగ్స్ వచ్చి చంపేస్తుండాయి ఫీలింగ్స్ ఫీలింగ్స్ మల్లిగా వాడితే అమ్ముగడో కన్ను కుమ్ముగడో అంగిడి కుంగిల నాముగడో సిరి కుంగిగడో ముల్ల మలర్మణి చెట్టుగడో నిమ్మడి చుట్టుగడో തെന്തിരി തെത്തുന്ന വണ്ടുകളോ കിര തുണ്ടുകളോ. ഒരു മാറ്റമില്ല. പഴയ കോലം, പഴയ കള്ളത്തരം, പഴയ ഡാൻസ്, പഴയ പാട്ട്. വേറെ പാട്ട് വേണോ? എന്നാ പിടിച്ചോ. 3, 4. ഒരുത്തനെ കുറിച്ച് പേടിക്കേണ്ട ആശ്രയം നീ സ്റ്റേജിൽ കിടന്ന് ആടണം നാളെ ദിവസം.
ചെയ്യും? എന്റെ ദൈവമേ, ഇവനെയൊക്കെ വല്ല ആണികളൊന്ന് ചവിട്ടി കൊല്ലുമല്ലോ. ഇത് കണ്ടോ? ഇവര് എല്ലാത്തിനും തയ്യാറായി തന്നെയാണല്ലോ. അയ്യോ, ഇത് നമ്മുടെ രാജന്റെ മോനല്ലേ കിടക്കുന്നത്? അപ്പൊ ഇതെല്ലാം രാമന്റെ കൂട്ടുകാരായിരിക്കും. അതാ ഇവന്മാരെ ഇവിടെ നിന്ന് കണ്ടിട്ടില്ലാത്തത്. നിങ്ങളിങ്ങനെ നിൽക്കാതെ ചെയ്യാൻ നോക്ക്. എന്ത് ചെയ്യാൻ? ആ രാജന്റെ വീട്ടിൽ വിളിച്ച് പറ. അതൊന്നും വേണ്ട. ആന ചവിട്ടാതെ ആ ഓടയിലെങ്ങാനും എടുത്ത് വെച്ചേര്. ബോധം വരുമ്പോൾ ആന എഴുന്നേറ്റ് പൊക്കോളും. തട്ടിയിട്ടാ, നല്ല തട്ടിയിട്ടുണ്ട്. കലികാലം അല്ലാതെന്ത് പറയാനാ? നമ്മുടെയൊക്കെ കാലം പോലെ ഒന്നുമല്ല. ഇവരൊക്കെ ഒരു വീട്ടിൽ ഒരെണ്ണമൊക്കെ ഉള്ളൂ. പോയ തന്തയ്ക്കും തള്ളയ്ക്കും ഇല്ല. പറഞ്ഞത് ശരിയാ. പിന്നെ നമ്മൾ ഇവനെയൊക്കെ ഒന്ന് ഉപദേശിക്കാന്ന് വെച്ചാൽ ഇവനെ കിട്ടുക. താൻ തന്റെ പണി നോക്കണോ ഇളവാ എന്ന് പറയും. അതും പറഞ്ഞിട്ട് കൂട്ടത്തിൽ തൊഴിലിറങ്ങി വന്നിട്ട് ചോദിക്കും, താൻ പോലീസുകളിൽ നിർത്തണോ? എന്ന് ഏത് സദാചാര പോലീസ്? എന്താണ് ശബ്ദം? എന്താണ് ശബ്ദം കേട്ടത്? അത് ഏതെങ്കിലും എന്നെ കാട്ടുപോത്ത് വല്ലതും ആയിരിക്കും. ഞാൻ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞില്ല. ഓണക്കാലം എന്താ ചെയ്യേ? അതെ, ആ പയ്യന്മാരി കാണിച്ചത് മാതിരി വല്ലതുമാണോ ഉദ്ദേശിച്ചത്? ഒന്ന് പോടാ, എങ്ങനെ ആഘോഷിക്കും ചോദിച്ചത്? ഓ, അതിനിപ്പോ എന്താ, നമുക്ക് ഈ പ്രാവശ്യം വെറും ഓണമൊന്നും അല്ലല്ലോ. പിന്നെ എന്താ ഓണോ? ഒരാന ഓണം. കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചുപെണ്ണെ കുയിലാളെ കൊട്ടു വേണം, കുഴൽ വേണം, കുരവ വേണം, വരവേൽക്കാനാള് വേണം, കൊടി തോരണങ്ങൾ വേണം. വിജയശ്രീരാളിതരായി വരുന്നു ഞങ്ങൾ. കറുത്ത ചിറകു വെച്ചു അരയെന്ന കിളി പോലെ കുതിച്ചു കുതിച്ചു പായും കുതിര പോലെ
തോൽവി എന്തെന്നറിയാത്ത തല താഴ്ത്താനറിയാത്ത കാവലൻ ചുണ്ടനീതാ ജയിച്ചു വന്നു. കുട്ടനാടൻ കുഞ്ചയിലെ കൊച്ചുവെന്നെ കുയിലാലെ കൊട്ടു വേണം, കുഴൽ വേണം, കുഴവ വേണം. പമ്പയിലെ പൊന്നോളങ്ങൾ ഓടി വന്നു പുണരുന്നു. അങ്കവയിൽ നെറ്റിയിന്മേൽ പൊട്ടുകുത്തുന്നു. തെങ്ങോലകൾ പൊന്നോലകൾ മാടി മാടി വിളിക്കുന്നു. തെന്നൽ വന്നു വെഞ്ചാമരം വീശിത്തരുന്നു. കുട്ടനാടൻ കുഞ്ചയിലെ കൊച്ചുവെന്നെ കുയിലാളെ കൊട്ടു വേണം, കുഴൽ വേണം, കുഴവ വേണം. ചമ്പക്കുളം പള്ളിക്കൊരു വള്ളംകളി പെരുന്നാള്, അമ്പലപ്പുഴയിലൊരു ചുറ്റു. കാട് വെട്ടിത്തെളിച്ച് അവിടെ കൃഷി ചെയ്ത് പ്രകൃതിയോട് മറിട്ട് അതിന്റെ വിളവെടുത്ത് അതിന്റെ സന്തോഷം ആഘോഷമാക്കിയിരുന്നു. അക്കാലത്തെ ഓണം കാർഷിക സമൃദ്ധമായ ഓണമായിരുന്നു. ശാന്തിയുടെയും സമാധാനത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും മനോഹരമായ ഓണം. ഇന്ന് കാലം മാറി, ജീവിത സാഹചര്യങ്ങൾ മാറി, രൂപം മാറി, കോലം മാറി, എന്തിന് കാർഷിക ഉത്പാദനത്തിന്റെ രീതികൾ മാറി. എന്നാലും ഇന്ന് പ്രകൃതിയോട് മല്ലടിച്ച് ജീവിക്കുന്ന സാധാരണക്കാരായ ഞങ്ങൾക്ക് കാടിനോടത്ത് ജീവിക്കാൻ വയ്യാതായിരിക്കുക. കാട്ടിലായാലും നാട്ടിലായാലും കാട്ടുമൃഗങ്ങൾ താണ്ഡവം ചെയ്യുകയാണ്. കാട്ടുമൃഗങ്ങളെ തൊട്ടാൽ ഇവിടെ ചോദിക്കാൻ നിയമങ്ങളുണ്ട്. പക്ഷെ ഞങ്ങളെ ആക്രമിച്ചിരുന്നാലും ഞങ്ങളുടെ കൃഷികൾ നശിപ്പിച്ചിരുന്നാലും ഇവിടെ ചോദിക്കാൻ ഒരു നിയമങ്ങളുമില്ല. ഈ ദുഷിച്ച വ്യവസ്ഥിതിയിൽ ഇവിടെ ജീവിക്കുന്ന ഞങ്ങൾക്ക് ആരാണ് താങ്ങാവുന്നത്? ഓണം പോട്ടെ, ഒരു നല്ല ജീവിതം സ്വപ്നം ആരാണ് തണലാകുന്നത്? പറയൂ, നിങ്ങൾ പറയൂ. Can we please have a huge round of applause for the drama team? I call upon Reverend Father Shaji Matthews, Reverend Father Ansel John, and our chief guest, Shri G.R. Suchitra Nathan sir, to please felicitate the drama team. The script writer and director, Mr. Raghav Prasad. Assistant director, Mr. Hari Prasad. The main actors were Mr. Prasad, Mr. N.D. Varghese, Mr. Solomon, Mr. Joji George, Mr. Liju Varghese, Mr. Joji Nairan, Mr. Christy G. Varghese. Please give them a huge round of applause. Miss Asha, Miss Jency, Miss Rosamma, Mr. Givergis, Mr. Thomas Jose.
Can we have the child actors also, please? We are really grateful to have amongst us Ms. Jyoti Kalra, DEO, from DEO office, Ms. Jyoti Kalra, Dr. Imranuddin and wife from Ayanagar Medical Center, Father Santosh George from Cure India, Director, Mr. Raghav Prasad, Assistant Director, Mr. Hari Prasad, for the felicitation. I also call upon Alexander Sir to please felicitate the directors. എല്ലാവരും നല്ലതുപോലെ ഒന്ന് കൈയടിച്ച്. സൗണ്ട് കേൾക്കുന്നില്ല. ഒരു മാസത്തിൻ്റെ പരിശ്രമമാണ് നമ്മൾ ഇന്ന് കണ്ടത്. For last 1 month, the director and scriptwriter were working very hard with the members of our church. Thank you very much. Mr. Raghav Prasad, the director, and Assistant Director, Mr. Hari Prasad. Thank you very much, sirs. ഒന്നുകൂടെ കൈയടിച്ചേ. With this, we come to the end of our Onam celebration 2025. We hope that you all thoroughly enjoyed all the performance. Before leaving, I would like to call upon Libin Matthew, Treasurer of OCYM Hoskas. All of you are requested to please settle down at least for 2 minutes. We are about to wrap up the program. ആശംസകൾ. ആദ്യം തന്നെ ഈ പരിപാടി അവതരിപ്പിച്ച എല്ലാവരോടും വളരെ നന്ദി സ്നേഹം അറിയിക്കുന്നു. പ്രത്യേകമായിട്ട് നമ്മുടെ ചീഫ് ഗസ്റ്റായിട്ടുള്ള സുചിന്ദ്രനാഥ് ജി ആർ, അഡീഷണൽ സെൻട്രൽ PF കമ്മീഷണർ, അദ്ദേഹത്തിനോടും അദ്ദേഹത്തിനോട് കുടുംബത്തിനോടുമുള്ള സ്നേഹവും നന്ദി അറിയിക്കുന്നു. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരോടുമുള്ള സ്നേഹവും നന്ദി അറിയിക്കുന്നു. ഇതിൻ്റെ ഈ സ്കിറ്റ് നടത്തുവാനും ശ്രീ രാഘവ് പ്രസാദും ടീമും ഇതിൻ്റെ പിന്നിൽ ഒരു മാസത്തോളം പ്രവർത്തിച്ചിട്ടുണ്ട്. അവരോടുള്ള സ്നേഹവും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതേപോലെ തന്നെ നമ്മുടെ സ്പോൺസറായ ശ്രീ അലക്സാണ്ടർ ജോർജ് മുത്തൂട്ട് സാറിനോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. മുത്തൂട്ട് ഗ്രൂപ്പിനോടുള്ള നന്ദി അറിയിക്കുന്നു. ശ്രീ ഡോക്ടർ സുധാ അശോകൻ, മിസ്റ്റർ അശോകൻ, മിസ് ജ്യോതി കാൽറ DEO, ഡോക്ടർ ഇമ്രദീൻ ആൻഡ് വൈഫ്, മിസ്റ്റർ ഫാദർ സന്തോഷ് ജോർജ്, എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. അതേപോലെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ ടീമുകളോടും പാർട്ടിസിപ്പൻസിനോടുമുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഈ പരിപാടി നടത്തുവാൻ നമ്മുടെ കൂടെ സൊസൈറ്റി അംഗങ്ങളോടും പള്ളി കമ്മിറ്റി അംഗങ്ങളോടും ഫുഡ് കമ്മിറ്റി അംഗങ്ങളോടും ഓഫീസ് ബെയറേഴ്സ്, ഓൾ സ്പിരിച്വൽ ഓർഗനൈസേഷൻസ് എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. അതേപോലെ നമുക്ക് സദ്യ ഒരുക്കുവാൻ ഫുഡ് കമ്മിറ്റി കഴിഞ്ഞ 2 ദിവസമായിട്ട് വളരെയേറെ പ്രയത്നിച്ചിട്ട് അവരുടെ 2 ദിവസമായിട്ട് ഇവിടെ നിന്നിട്ട് എല്ലാ സദ്യയ്ക്ക് വേണ്ടി എല്ലാ ഒരുക്കങ്ങളും ചെയ്ത് ഫുഡ് കമ്മിറ്റി ടീമിനോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. അതേപോലെ തന്നെ നമ്മുടെ അച്ഛൻ ശ്രീ ഷാജി മാത്യൂസ് അച്ഛനോടുള്ളതും
അൻസൽ ജോണച്ചനോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. എല്ലാവരും ഇനി താഴെ പോയി ഡിസിപ്ലിനായിട്ട് അവിടെ സദ്യ ഒരുക്കിയിട്ടുണ്ട്. ഒരു പത്നി തന്നെ എല്ലാവർക്കും കിട്ടണമെന്നില്ല. അപ്പോൾ അതേപോലെ തന്നെ ആ ഒരു ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യണം താഴെ. അപ്പോൾ നമ്മളെല്ലാവരും താഴെ ലൈനായിട്ട് ഒരിക്കൽ കൂടെ എല്ലാവരോടും ഉള്ള നന്ദി സ്നേഹം അറിയിക്കുന്നു. ഈ പരിപാടി ഒരു വിജയമാക്കാൻ വേണ്ടി പ്രവർത്തിച്ച കുറേ പേരുണ്ട്. ആരുടെയെങ്കിലും പേര് വെട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. അപ്പോൾ എല്ലാവരോടുള്ള നന്ദി സ്നേഹം ഓണാശംസകളും യുവജന പ്രസ്ഥാനത്തിൻ്റെ പേരിൽ അറിയിക്കുന്നു. നമ്മുടെ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവരോടുമുള്ള ഒരു റിക്വസ്റ്റ്, താഴെ ആഹാരം സദ്യ എല്ലാവർക്കും ക്രമീകരിച്ചിട്ടുണ്ട്. ഒരു 1000-ലധികം ആളുകളുള്ളതുകൊണ്ട് എല്ലാവർക്കും ഒന്നിച്ചിരിക്കാനായിട്ട് സാധ്യമല്ല. ഏകദേശം 500 പേർക്ക് നമ്മുടെ ആ സ്റ്റേജിലും താഴെയുമായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. ദയവായിട്ട് വന്നിരിക്കുന്ന വിശിഷ്ടാതിഥികൾ ആദ്യം കാണുന്ന ലോബിയിൽ നിങ്ങൾക്ക് അവിടെയാണ് ഭക്ഷണം ക്രമീകരിച്ചിരിക്കുന്നത്. ഐ റിക്വസ്റ്റ് ഓൾ ദ ഗസ്റ്റ് from different areas of education field as well as in different areas. I'm requesting all of you to please participate with us for the Onam Sadhya. എല്ലാവരും അവിടോട്ട് വരണം എന്നുള്ള കാര്യം ഓർമ്മിക്കുന്നു. ബാക്കി യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ളവർ അല്പം ഒന്ന് വെയിറ്റ് ചെയ്യണം. നമ്മുടെ വിശിഷ്ടാതിഥികളും അതോടൊപ്പം മുതിർന്നവർക്കും ആദ്യത്തെ പ്രാവശ്യം ആഹാരം കഴിക്കാനുള്ള ക്രമീകരണം ചെയ്യണമെന്ന് സ്നേഹത്തോട് ഓർമ്മിക്കുന്നു. നന്ദി, നമസ്കാരം. ചെണ്ടമേള കൊട്ടി കളിയാണ്, മുല്ലപ്പൂവും ചൂടി വരവാണ്, സദ്യ കൂട്ടങ്ങൾ ഒരുങ്ങാണ്, ഒന്നാട്ട് തിന്നാട്ട് ഒരുമിച്ച് നിന്നാട്ട്. ചെണ്ടമേള കൊട്ടി കളിയാണ്, മുല്ലപ്പൂവും ചൂടി വരവാണ്, സദ്യ കൂട്ടങ്ങൾ ഒരുങ്ങാണ്, ഒന്നാട്ട് തിന്നാട്ട് ഒരുമിച്ച് നിന്നാട്ടെ. ഓണപ്പുടവയുടുത്തില്ലേ ഊഞ്ഞാലാടണ്ടേ ഓലപ്പുടവേണ്ടേ ചാന്തും പച്ചില്ലേ ചാഞ്ചക്കം കളിയാടണ്ടേ ചെമ്മേ ചെമ്പട്ടിൻ ചേലിലാവണ്ടേ. ഇലനിറത്തോണ്ട് വെളമണ കണ്ട പച്ചടി കിച്ചടി പായസം ചാമഞ്ഞിട്ട് ഒരുങ്ങിട്ട് ഇടിവെട്ട് കളറിട്ട് എത്തനിക്ക് സാരിയും സൽവ. മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. മാവിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കുയിലേ മാവേലി തമ്പ്രാന്റെ വരവായാ ചൊല്ല്. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട്.
പുലരിയണങ്ങേ പൂവാടികൾ പൂത്തുവിരിഞ്ഞേ തങ്കനില കുളിരല തൂകി പൊന്നമ്പിളി വാനിലുയർന്നേ